ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഒരു പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, സ്കൂട്ടി. എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന സ്കൂട്ടി പെപ്റ്റായിരുന്നു കേട്ടോ. അതിനെപ്പോഴും കേടാണ്. 10-11 വർഷമായി എൻ്റെ കയ്യിലത്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ കുറച്ച് ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിക്ക് ഓട്ടം കൂടിയപ്പോൾ വണ്ടി എപ്പോഴും കേടാണ് കേട്ടോ. അപ്പോൾ സുസുക്കിയുടെ ആക്സസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ അടുത്ത വണ്ടി. അപ്പോൾ ഞാൻ പെപ്റ്റ് ഓടിച്ചിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴേക്കും അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ഫീലാണ്. ഇത് ആക്സസിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്ററൊക്കെ ഇട്ടില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീറ്ററാണിത്. കളർ മീറ്ററിൻ്റെ വേറെ വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാണ് എടുത്തത്. അപ്പോൾ കണ്ണ സ്കൂളിലിട്ടിട്ട് അങ്ങോട്ട് വന്നു, ഞാനും ജോലി കഴിഞ്ഞ് പോയി. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടൻ്റെ അനിയനാണ്. അവരാണ് വണ്ടി ബുക്ക് ചെയ്തതും വണ്ടിയുടെ എല്ലാതും ചെയ്ത് തന്നോ റെഡിയാക്കിയതൊക്കെ അവരാണ് കേട്ടോ. ഏട്ടൻ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനിയൻ വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ ഒറ്റ നിർബന്ധത്തിനാണ് കേട്ടോ ഞാൻ ഈ ഒരു വണ്ടി ഇപ്പോൾ മാറ്റിയത്. അമ്മ പറഞ്ഞു എന്ത് വന്നാലും എന്ത് ചെയ്താലും വണ്ടി മാറ്റണം, ആ വണ്ടി ഓടിക്കരുത്. അമ്മയ്ക്ക് ഭയങ്കര പേടി. അപ്പോൾ അങ്ങനെ ഏട്ടനോടൊക്കെ പറഞ്ഞു. ആദ്യം ഏട്ടന് സമ്മതം ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങനെ പൈസ ഒക്കെ അയച്ചൊന്നും സെറ്റായി വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ അത് ഒരു 1.27 നമുക്ക് ആയത്. ഫുള്ള് രജിസ്ട്രേഷനും കാര്യങ്ങളും നമ്പർ പ്ലേറ്റ് എല്ലാം റെഡിയായി. അതിൻ്റെ ആക്സസറീസും ഫുൾ ടാങ്ക് പെട്രോൾ, ഹെൽമെറ്റ്, പിന്നെ നമുക്കൊരു ഓണം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓണ സമയത്താണ് ഞാൻ വണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ ഓണം ഗിഫ്റ്റായിട്ട് ബിരിയാണി പോട്ടും പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തന്നെ മിൽക്ക് പാൻ, അങ്ങനെ ഒരു സംഭവം കിട്ടി. അപ്പോൾ ഈ 2 പാത്രമാണ് ഞാൻ ചൂസ് ചെയ്തത്. നമുക്ക് വേറെയും ചൂസ് ചെയ്യായിരുന്നു, വെള്ളപ്പച്ചട്ടി, അങ്ങനെ ദോശ തവ, പിന്നെ പ്രഷർ കുക്കർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതായിരുന്നു ആവശ്യം. അപ്പോൾ ഞാൻ ഈ 2 എടുത്തത്. പിന്നെ സുനേട്ടനാണ് വണ്ടി ഷോറൂമിൽ നിന്നൊക്കെ ഇറക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ നമുക്ക് പൈസ തരും. ബാക്കി അതിൽ കുറച്ച് പെട്രോൾ ഉണ്ടാവും, ബാക്കി അവർ അടിച്ചോളം കൊണ്ട് പൈസ തരും. അപ്പോൾ അങ്ങനെ ബാക്കി പൈസയ്ക്ക് പോയി സുനേട്ട അടുത്തുള്ള പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാനും അമ്മയും കൂടി, എനിക്ക് ഈ ഒരു ചെറിയ വണ്ടി ഓടിച്ചിട്ട് ഈ ഒരു വണ്ടി കുറച്ച് ഹൈറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി വണ്ടി കേട്ടോ, സൂപ്പർ വണ്ടിയാണ്. അപ്പോൾ അമ്മയുടെ ടൗണിൽ ഇറങ്ങി. ഞാൻ അച്ഛനെയും വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നേരം ഒരുപാട് വൈകില്ലേ, നിങ്ങൾ പോയി എടുത്തോന്ന് പറഞ്ഞു. പിന്നെ അമ്മേനോട് വരാൻ പറഞ്ഞപ്പോൾ അമ്മ വന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വണ്ടി ഒന്ന് പൂജിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമ്മുടെ അടുത്തുള്ള മാരിയമ്മൻ കോവിലാണ് കേട്ടോ, അവിടെ കൊണ്ടുപോയിട്ടാണ് വണ്ടി പൂജിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് പറയണ്ടായിരുന്നു വണ്ടി പൂജിച്ചിട്ട് ഇറക്കിയാൽ മതിയെന്ന്. ദാസേട്ടനും പറഞ്ഞു വണ്ടി കോവിൽ കൊണ്ടുപോയിട്ട് പൂജിക്കുകയെന്ന് പറഞ്ഞു. കാരണം നമ്മളെന്തെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഈ ഒരു മാരിയമ്മൻ കോവിലിൽ തന്നെയാണ് വരാറും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കോവിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചു. അങ്ങനെ നമുക്കൊരു മനസ്സിന് നല്ല തൃപ്തികരമായിട്ടാണ് അവരവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിലിൽ കൊണ്ടുപോയിട്ട് ആദ്യം വണ്ടി പൂജിച്ചു. പിന്നെ ചാവി അവർ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പൂജിച്ചിട്ട് പൂജാരി നമുക്ക് കൊടുന്ന് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ പൂജിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ജോലിക്കൊക്കെ പോയി. പിന്നെ ആ ഒരു ഞായറാഴ്ച ഞാനും അമ്മയും കൂടി പരിയാനംപറ്റ പോയ അമ്പലത്തിൽ പോയി. ആ ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. അമ്മ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയം. പിന്നെ ചിങ്ങമാസം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു തിരക്കും കൂടി ഉണ്ടാവും. പിന്നെ അമ്പലക്കുളത്തിലൊക്കെ പോയി കാലൊക്കെ കഴുകി. കുളപ്പുര നല്ല അടിപൊളിയാക്കിയിട്ട് അവിടെ പണിതിട്ടുണ്ട് കേട്ടോ, പുതിയതാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ കുളത്തിലൊക്കെ പോയി കാലൊക്കെ കഴുകി വന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെയും അമ്പലക്കുളത്തിൻ്റെ അവിടെ വന്ന് അമ്മ കുറേ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ പരിയാനംപറ്റ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. കുറേ സ്റ്റെപ്പ് ഇറങ്ങി വരണം. കുറച്ച് ഇപ്പുറത്ത് കൂടി ബാക്കിൽ വേറൊരു വഴിയുണ്ട്, ആദ്യം വരച്ച് നമുക്ക് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ പോയിട്ട് ഞാനും അമ്മ കൂടി നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലിയും ചട്ടണിയും ചമ്മന്തി, അതൊരു വെറൈറ്റി ടേസ്റ്റാണല്ലേ. അമ്പലത്തിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടണ ഒരു നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ കിട്ടാത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കിട്ടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.